പാടുന്നത് ആത്മാവിലാണ്, നാം പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാണ്, നാം ചിന്തിക്കുന്നത് ആത്മാവിലാണ്, നാം ജീവിക്കുന്നത് ആത്മാവിലാണ്, നാം നടക്കുന്നത് ആത്മാവിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സഭാഹോളിനകത്ത് അവസാനിക്കുന്നതല്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രവൃത്തികൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വാക്ക് ബൈ ദി സ്പിരിറ്റ്. നാം ആത്മാവിൽ നടക്കുന്നവരായിരിക്കുക. ആത്മാവിൽ പാടുന്നത് ഉത്തമമാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്, ഇസ് ഗുഡ്. ആത്മാവിൽ നടക്കുന്നത് അത്യുത്തമമാണ്, ഇറ്റ് ഈസ് ബെറ്റർ. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ആത്മാവിൽ പാടുന്ന ഞങ്ങളെ. മ്യൂസിക്കിന്റെ അകമ്പടിയോടെ നമ്മൾ ആത്മാവിൽ പാടാറുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ ആത്മാവിൽ നടക്കുവാൻ. ആത്മാവിൽ പാടിയിട്ട് ആത്മാവിൽ നടന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് ആത്മാവിൽ നടന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നാം ആത്മാവിൽ പാടുന്നതും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും എല്ലാം ആത്മാവിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര സന്തോഷമുണ്ട്. ആത്മാവിൽ പാടാനായി പാടരുത്, ആത്മാവിൽ പ്രാർത്ഥിക്കാനായി ആത്മാവിൽ പ്രാർത്ഥിക്കരുത്. മറിച്ച് ആത്മാവിൽ നടക്കാൻ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നടക്കാനുള്ള ശക്തി ലഭിക്കേണ്ടതിന് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, കർത്താവേ ആത്മാവിൽ നടക്കുന്നവരായി. ഹെൽപ്പ് us to walk by the Spirit.